ഒരു വ്ളോഗർ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് ഫുഡ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ റിവ്യൂ ഇടുന്നു. ആ റിവ്യൂ കണ്ട റെസ്റ്റോറന്റ് മുതലാളി അവിടുത്തെ മാനേജർ പിരിച്ചുവിടുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇടുക്കിയിൽ നടന്നൊരു സംഭവമാണിത്. അർജുൻ MP എന്ന് പറഞ്ഞൊരു വ്ളോഗർ എല്ലാവരും അറിയുന്നുണ്ടാകും. പലതരത്തിലുള്ള ചാലഞ്ച് വീഡിയോകൾ നേടി ശ്രദ്ധ നേടിയ ആളാണ് ഈ പറയുന്ന അർജുൻ. ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. അർജുന്റെ ഫുഡ് ചാലഞ്ച് ഒക്കെ ഒരു സമയത്ത് നല്ല വൈറലായിരുന്നു. റാൻഡമായി തിരഞ്ഞെടുക്കുന്ന ഒരാളെ കൊണ്ട് അർജുൻ ഒരു ഹോട്ടലിൽ കയറും. എന്നിട്ട് അവിടുത്തെ മെനു മുഴുവനും കഴിച്ചാൽ ഇത്ര പൈസ തരാമെന്ന് പറയും. ഇങ്ങനെ ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്ത് കളയാം. ഈയിടെയായി അർജുന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലകളിലും പോയി 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ പല ഫുഡ് സ്പോട്ടുകളിൽ നിന്നായി 10,000 രൂപക്ക് ഫുഡ് കഴിക്കുക. ഇതാണ് ആളുടെ മദ്യപിക്കുന്ന കാശ് കൂട്ടിവെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇപ്പോഴത്തെ പരിപാടി. ഇങ്ങനെ ഒരു ചാലഞ്ചുമായി ഇടുക്കി ജില്ലയിൽ പോയപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഏത് ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ടതിന് പിന്നാലെ ആ റെസ്റ്റോറന്റുകാര് മാനേജർ പുറത്താക്കിയില്ലേ ആ സംഭവം. ശിവരാമൻ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ. അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. മാനേജർ തന്നെ വന്ന് പറയുന്നത് അടിപൊളിയാണെന്ന്. ഒരു തേൻ കുടിച്ച് പാറ നടന്നൊരു തേനീച്ചയായിരുന്നു ഞാൻ. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് കയറി തസ്കർ കഫേലോട്ട് വിളിച്ചു നമുക്ക് അവിടെ കൂടി പോവാം അല്ലെ. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. ഇവിടുത്തെ കിച്ചണില് എന്താണ് ഈ ഷെഫിനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇന്ദിരക്കാട്ടും തിരക്കായിരിക്കും. സാധനമൊക്കെ നല്ലതാ, അവര് കുക്കിങ്ങിന് കുഴപ്പമേ ഉള്ളൂ. അത് 650 ഇല്ലല്ലോ. യുദ്ധം അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. ഇപ്പം 690 രൂപയുടെ ബിരിയാണി ആയിരുന്നത്. പിന്നെ എന്റെ ക്യാമറമാൻ ചിക്കൻ ബിരിയാണി മേടിച്ച് അത് 420 എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടമായല്ലേ. എന്തായാലും അയാൾ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയാൾക്ക് ജോലി കൊടുത്താൽ നന്നായിരിക്കും. നല്ല ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരൻ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്.